സുനീത് വ്ളോഗ്സ് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫോർഡ് ഇന്ത്യയെക്കുറിച്ചാണ്. ഞാനും ഒരു ഫോർഡ് കസ്റ്റമർ ആയിരുന്നു. 2018 ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ആ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ചില സാമ്പത്തിക കാരണങ്ങളാൽ എനിക്കത് വിൽക്കേണ്ടി വന്നു. പക്ഷേ വളരെ നല്ലൊരു വണ്ടിയായിരുന്നു ഫ്രീ സ്റ്റൈൽ. ഓട്ടിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു, നല്ല ബിൽഡ് ക്വാളിറ്റിയും സർവീസും നല്ലതായിരുന്നു. അപ്പോൾ ഫോർഡിൻ്റെ ഒരു ഇന്ത്യയിൽ നിന്നുള്ളൊരു പിന്മാറ്റം എല്ലാ വാഹനപ്രേമിയും പോലെ എനിക്കും വളരെ ദുഃഖകരമായ ഒന്നാണ്. കാരണം ഞാൻ XUV 300 എടുക്കുന്നതിന് മുന്നേ എക്കോസ്പോർട്ട് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ വണ്ടിക്ക് ഒരു ഫേസ് ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ടും കഴിഞ്ഞ 8 വർഷമായി ഇന്ത്യൻ റോഡിൽ ഈ ഒരു സെയിം മോഡൽ ഒരുപാട് വണ്ടികൾ വിറ്റഴിച്ചത് കൊണ്ടുമാണ് ഞാൻ ഞാൻ എക്കോസ്പോർട്ട് എടുക്കാതിരുന്നതും XUV 300 പോയത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ഞാൻ എക്കോസ്പോർട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയേനെ എന്ന്. എന്തായാലും വണ്ടിക്ക് നല്ല സർവീസ് കിട്ടും തീർച്ചയായും. ഫോർഡിൻ്റെ പ്രസ് റിലീസ് ഞാനും വായിച്ചതാണ്. അതിൽ അവർ പറയുന്നുണ്ട് സർവീസിൻ്റെ കാര്യത്തിലൊന്നും ഒരു കസ്റ്റമേഴ്സും പേടിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഫോർഡ് വാഗ്ദാനം നൽകുന്നതെങ്കിലും വണ്ടിയുടെ റീസെയിൽ വാല്യൂ ഒരു 2 ഇരട്ടിയെങ്കിലും കുറഞ്ഞിരിക്കും. ഞാൻ അപ്പോൾ തന്നെ OLX സെർച്ച് ചെയ്തു. ഒരുപാട് എക്കോസ്പോർട്ടൊക്കെ ഒരു 3-4 ഇയേഴ്സ് പഴക്കമുള്ള എക്കോസ്പോർട്ടൊക്കെ തന്നെ പെട്ടെന്ന് 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്കൊക്കെ ആൾക്കാർ OLX ഇട്ടിരിക്കുന്നത് കണ്ടു. കാരണം പലർക്കും ഒരു പേടിയാണ്, ഇനി ഈ വണ്ടി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് വണ്ടി വിൽക്കും. അപ്പോൾ വണ്ടിയുടെ വില വീണ്ടും കുറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്തായാലും വരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഫോർഡ് എന്തൊക്കെ വാഗ്ദാനം നൽകിയാലും വണ്ടി വാങ്ങിയ ആൾക്കാർക്ക് ഇതൊരു അടി തന്നെയാണ്, പ്രത്യേകിച്ചും പുതിയ വണ്ടി വാങ്ങിയ ആളുകൾക്ക്. കാരണം ഈ വണ്ടിയുടെ റീസെയിൽ വാല്യൂ തകർന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഫോർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് അവരുടെ ഗ്ലോബൽ വെഹിക്കിൾസ് എങ്കിലും ഇറക്കണം, നല്ല കസ്റ്റമർ സർവീസ് ഇനിയും കൊടുക്കണം. അങ്ങനെ ആളുകൾക്കൊരു വിശ്വാസം തോന്നുകയാണെന്ന് വെച്ചോ ഫോർഡിൻ്റെ വണ്ടി എടുക്കുന്നത് കൊണ്ട്, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഫോർഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ റീസെയിൽ വാല്യൂ തകരാതിരിക്കാം. എന്നിരുന്നാലും ഓൾറെഡി ഫോർഡിൻ്റെ വെഹിക്കിൾസിന് സെക്കൻഡ് ഹാൻഡ് വാല്യൂ കുറവാണ്. കാരണം പലർക്കും ഒരു ധാരണയുണ്ട് ഫോർഡിൻ്റെ വണ്ടികൾക്ക് ഭയങ്കര സർവീസ് കോസ്റ്റ് ആണെന്ന്. അതുകൊണ്ടാണ് ആരും ആ വണ്ടി എടുക്കാതിരിക്കുന്നത് തന്നെ. അത് പഴയ കാലത്തായിരുന്നു ഫോർഡിൻ്റെ വണ്ടികൾക്ക് ഇത്രയും സർവീസ് കോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്ക് വളരെ സർവീസ് കോസ്റ്റ് കുറവാണ്. അത് ഫോർഡിൻ്റെ വണ്ടി വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ് ഓരോ സർവീസിനും നിങ്ങൾക്ക് എത്ര രൂപയാകുമെന്ന്. ഇപ്പോൾ ഒരു 50,000 കിലോമീറ്റർ ഓടിയ ഒരു എക്കോസ്പോർട്ടിന് പോലും 5,000 രൂപ ആവത്തുള്ളൂ സർവീസ് കോസ്റ്റ്. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല, പലർക്കും അറിയത്തില്ല. ഞാൻ തന്നെ ഇടയ്ക്ക് ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നു ഫോർഡിൻ്റെ വണ്ടിയൊക്കെല്ലാം ഭയങ്കര സർവീസ് കോസ്റ്റ് അല്ലേ എന്ന്. ശരിക്കും പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി പഴയ 20 വർഷം മുന്നേയുള്ള ഫോർഡിൻ്റെ കാര്യമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അവരുടെ മാർക്കറ്റിങ്ങിൽ, ഇന്ത്യയിൽ അവരുടെ മാർക്കറ്റിംഗ് പാളി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പരാജയം. അവർ കൂടുതൽ മോഡൽസും ഇന്ത്യയിൽ ഇറക്കിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പരാജയം. ഒരു എക്കോസ്പോർട്ട് കഴിഞ്ഞ 8 വർഷം സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തു. ഇപ്പോഴും എക്കോസ്പോർട്ടിന് ബുക്കിംഗ് ഉണ്ട്. പക്ഷേ നല്ല ഡിലേ വന്നു തുടങ്ങി. കാരണം പ്രൊഡക്ഷൻ നിർത്തിയത് കൊണ്ടായിരുന്നു ഈ ഡിലേ വന്നത്. പക്ഷേ എന്തുകൊണ്ട് ഫോർഡ് വേറൊരു വണ്ടി ഇന്ത്യയിൽ ഇറക്കിയില്ല? ഫ്രീ സ്റ്റൈലിന് ശേഷം അവരൊരു മോഡൽ പോലും ഇറക്കില്ല. ഫ്രീ സ്റ്റൈൽ പോലും ഫിഗോയുടെ ഒരു ചെറിയ ഒരു മോഡിഫൈ ചെയ്ത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടി ഒരു പുതിയൊരു സെഗ്മെൻ്റ് എന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. വണ്ടിയെല്ലാം നല്ലത് തന്നെയായിരുന്നു ഫ്രീ സ്റ്റൈൽ. പക്ഷേ ഒരു ഇന്ത്യക്കാർക്കായിട്ട് ഒരു പുതിയ മോഡൽ ഫോർഡ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഫോർഡിന് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതായി എന്നുള്ളതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഫോർഡിൽ നിന്ന് പുതിയ വണ്ടികൾ വന്നില്ല എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഫ്രീ സ്റ്റൈലിന് ശേഷം ഒരു മോഡൽ പോലും ഫോർഡ് ഇറക്കിയില്ല എന്ന് പറയുന്നത് തന്നെ ദുഃഖകരമാണ്. ഫോർഡ് ഒരു പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടി കൂടുതൽ മോഡലുകൾ ഇറക്കുകയും അവർ
സോഷ്യൽ മീഡിയകൾ വഴി കൂടുതൽ ജനങ്ങളിലേക്ക് ഫോർഡിൻ്റെ വണ്ടികളെ കുറിച്ചും അതിൻ്റെ സർവീസ് കോസ്റ്റുകളെ കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് മാർക്കറ്റിൽ നല്ലൊരു ഷെയർ നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഫോർഡിനുണ്ടായിരുന്നത് 1.8% മാത്രമാണ്. അതിൽ നിന്ന് എന്തായാലും അവരുടെ ഷെയർ വാല്യൂ കൂടുമായിരുന്നു എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതിനൊരു ഉദാഹരണം തന്നെയാണ് നിസാൻ്റെ മാഗ്നറ്റ്. നിസാൻ്റെ എല്ലാ വണ്ടികളും ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലോപ്പ് ആയപ്പോഴും ഇന്ത്യക്കാർക്ക് വേണ്ടി ഫീച്ചർ ലോഡഡ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വണ്ടി കൊണ്ടുവരികയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് 60,000-ഓളം ബുക്കിങ്ങോടുകൂടി മാഗ്നറ്റ് മുന്നോട്ട് പോകുന്നത്. അതുപോലൊരു ടെക്നിക്ക് ഫോർഡിൽ നിന്നുണ്ടായില്ല. പക്ഷേ എക്കോസ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ അവർ നല്ലൊരു മാർക്കറ്റിംഗ് കൊടുത്തിരുന്നു. ഒരു ഗ്ലോബൽ ബ്രാൻഡായ ഒരു എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വണ്ടി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും ആ ഒരു മിനി കോമ്പാക്ട് സബ് കോമ്പാക്ട് SUV എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ ഫോർഡ് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. അത് ജനങ്ങളിലേക്ക് എത്തുകയും ആ വണ്ടി വളരെ വിജയകരമാവുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഒരു വിഭാഗം ആൾക്കാർ ഫോർഡിനെ ഭയന്നിരുന്നു, പ്രത്യേകിച്ചും ഫോർഡിൻ്റെ സർവീസ് കോസ്റ്റ്. അതിനെ തന്നെയാണ് ആൾക്കാർ ഭയന്നിരുന്നത്. അത് കുറവാണെന്നുള്ള സത്യം പലരിലേക്കും എത്തിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫോർഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങണമോ വേണ്ടയോ എന്നുള്ളത്. ശരിക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്ന ഒരാളിന് തീർച്ചയായും ഒരു എക്കോസ്പോർട്ടോ ഫ്രീ സ്റ്റൈലോ ഫിഗോയോ വാങ്ങാവുന്നതാണ്. കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. ഒരു 5-6 വർഷം പഴക്കമുള്ള ഒരു എക്കോസ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാം. തീർച്ചയായും നിങ്ങൾക്ക് അടുത്ത 10 വർഷത്തേക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വണ്ടി തന്നെയായിരിക്കും ഫോർഡിൻ്റെ എക്കോസ്പോർട്ടോ ഫ്രീ സ്റ്റൈലോ. അപ്പോൾ ആരും ആ വണ്ടി എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മാർക്കറ്റിൽ ഒരുപാട് വിലക്കുറവിൽ വണ്ടികൾ അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും OLX പോലുള്ള സൈറ്റുകൾ നോക്കുക. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർഡ് നിർത്തിപ്പോയി എന്നും വിചാരിച്ച് നിങ്ങൾ എക്കോസ്പോർട്ടൊന്നും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എക്കോസ്പോർട്ട് 8 വർഷത്തോളം കാലം ഇന്ത്യൻ മാർക്കറ്റിൽ ഓടിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും അവൈലബിൾ ആവാതിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും എടുക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് ദുഃഖകരമായി ഉള്ളതെന്ന് വെച്ചാൽ ഇനി ഇന്ത്യയിൽ ചിലപ്പോൾ ഫോർഡ് എൻഡവർ പോലുള്ള വണ്ടികൾ കാണാൻ പറ്റില്ല എന്ന് വരാം. എനിക്ക് വളരെ ഇഷ്ടമുള്ള, പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു ഫോർഡ് എൻഡവർ. അതിൻ്റെ ആ ഒരു ഗാംഭീര്യവും ആ ലുക്കും ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരു കിങ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ഫോർഡ് എൻഡവർ. ഫോർച്യൂണറിനും എൻഡവറിനുമായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത്. ലാസ്റ്റ് മന്തിൽ തന്നെയും ഫോർച്യൂണറിനെ കാട്ടി സെയിൽസ് ഉണ്ടായിരുന്നു എൻഡവറിന്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലെ ടോപ്പായി നിന്നൊരു വണ്ടി ചിലപ്പോൾ ഇനി കാണാൻ കഴിയില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട്. അതുപോലെ തന്നെ ഫോർഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു 100ഓളം വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായ കാറ് ഇന്ത്യ വിട്ട് പോകുന്നു എന്നുള്ളതും ദുഃഖകരമാണ്. ഒരുപാട് ആളുകളുടെ ജോബ് പോകുന്നു എന്ന് പറയുന്നതും ദുഃഖകരം തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഇതൊരു നല്ലൊരു കാലം തന്നെയാണ്. അവർക്ക് നല്ല സൂപ്പർ വണ്ടികൾ വളരെ വിലക്കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അപ്പം നിങ്ങൾ അത് കഴിയുന്നതും ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി നല്ല വണ്ടികൾ വാങ്ങാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫോർഡ് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ പ്രസ് റിലീസിൽ അത് അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവർ ഗ്ലോബലി ഇന്ത്യയിലേക്ക് വണ്ടി ഇറക്കുമെന്നൊക്കെ. അപ്പോൾ അത് സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കുമോ എന്നുള്ളത് ഡൗട്ട് തന്നെയാണ്. കാരണം ഗ്ലോബലി ഇറക്കുന്ന വണ്ടിക്കെല്ലാം ടാക്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും, ഇരട്ടി വിലയാവും, സ്പെയർ പാർട്സിന് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സക്സസ് ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ പോകുന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫോർമേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായി ഫോർഡിൻ്റെ വണ്ടി എടുക്കാം. ഒരു പഴയ ഫോർഡിൻ്റെ യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫോർഡിന് 100 മാർക്ക് തന്നെയാണ് കൊടുക്കാനുള്ളത്. നല്ല ഡ്രൈവബിലിറ്റിയും കംഫോർട്ടും സേഫ്റ്റിയും ഉള്ളൊരു വാഹനം തന്നെയാണ് ഫോർഡിൻ്റെത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരത്തേക്കും ബൈ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും തുടർന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരത്തേക്കും ബൈ.